ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ വന്യജീവി ആക്രമണം. അപ്പോൾ ഈ കഴിഞ്ഞ നവംബറിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഭേദഗതി സർക്കാർ കൊണ്ടുവരുന്നത്. ഈ വരുന്ന ജനുവരിയിൽ സഭ സമ്മേളിക്കുമ്പോൾ അത് നിയമമാക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ ഒരു കമന്റ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വനം മന്ത്രിക്ക് വന്നിരുന്നു. ഈ ഒരു കാര്യം, ഈ ഭേദഗതി എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ ഒന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്ന ഒരു കമന്റായി വനം വകുപ്പ് മന്ത്രിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അതിന് പിന്നാലെ മാതൃഭൂമി ന്യൂസിൽ നിന്ന് അമൽ തേനമ്പറമ്പിൽ എ കെ ശശീന്ദ്രനെ കണ്ടു, അല്ലെ? അതെ, തീർച്ചയായും ഈ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വനനിയമ ഭേദഗതി ബില്ലിന്റെ കരടിനെ പറ്റി വിശദീകരിച്ചു മന്ത്രി എ കെ ശശീന്ദ്രൻ. മാതൃഭൂമി ന്യൂസിലൂടെയാണ് മന്ത്രി എന്തായാലും നിലപാട് വ്യക്തമാക്കിയത്. ഈ ഭേദഗതികൾ കർഷക വിരുദ്ധമല്ലെന്നും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നുമാണ് മന്ത്രി പറയുന്നത്. വനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനുമുള്ള അധികാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് വരെ നൽകിയിരിക്കുകയാണ് എന്നാണ്. എന്നാൽ നിലവിലുള്ള നിയമത്തിൽ എന്താണ് പറയുന്നത്? നിലവിലുള്ള നിയമത്തിൽ ഫോറസ്റ്റ് ഓഫീസർ എന്ന ഡെഫിനിഷനിൽ വാച്ചർമാർ വരെ വരും. ഇന്നത്തെ നിലയിൽ ഒരു വാച്ചർക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനും അധികാരമുണ്ട്. ഈ അധികാരം ശരിയല്ല എന്ന് കണ്ടതുകൊണ്ട് വാച്ചർമാരിൽ നിക്ഷിപ്തമായ അധികാരം എടുത്തു കളയുകയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വരെയുള്ള മേഖലയിൽ ഒതുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അധികാരം നൽകിയിരിക്കുന്നു എന്ന നിലയിൽ വ്യാഖ്യാനിക്കുമ്പോൾ നിലവിൽ വാർഡന്മാർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന വസ്തുത ബോധപൂർവം മറച്ചു വെക്കുന്നത് ദൗർഭാഗ്യകരമാണ്. ഈ വനത്തിൽ പ്രവേശിക്കാൻ സാധാരണക്കാരായ ആളുകൾക്ക് പറ്റില്ല. അതിപ്പോൾ വനത്തിൽ ഈ പറയുന്ന തടാകങ്ങളും കുളങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി മീൻ പിടിക്കാൻ പോലും പറ്റില്ല എന്നൊരു വിഷയം കൂടി ഇപ്പോൾ പറഞ്ഞു വരുന്നുണ്ട്. അതെ, നിലവിലുള്ള നിയമത്തിലായാലും കേരള വന സംരക്ഷണ നിയമത്തിലായാലും കേന്ദ്ര നിയമത്തിലായാലും വനത്തിനകത്ത് കയറി കാര്യങ്ങൾ നിർവഹിക്കാൻ പൗരന്മാർക്ക് അവകാശമുണ്ടോ? ഇല്ല. അത് ആദിവാസികളിൽ മാത്രമായി നിക്ഷിപ്തമായിട്ടുള്ളൊരു അധികാരമാണ്. അല്ലാത്തവർക്ക് വനത്തിൽ കയറുന്നതിന് മുൻകൂട്ടി അനുവാദം ചോദിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വനത്തിനുള്ളിലൂടെ ഒഴുകുന്ന നദീഭാഗത്ത് വനത്തിനുള്ളിൽ കയറി വന്ന് മീൻ പിടിക്കാൻ സാധാരണ പൗരന്മാർക്ക് സാധ്യമല്ല എന്നത് നിലവിലുള്ള നിയമമാണ്. ഏത് നിസ്സാരമായ കുറ്റവും കോടതിയിലെത്തി മാത്രമേ തീർപ്പാക്കാൻ കഴിയൂ. അത് ഒരുപാട് കാലതാമസവും ദുർവ്യയവും ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. വനംവകുപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ തീരണമെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പോൾ അതിനെന്താ കാരണം? അത് ചുരുക്കുന്നതിന് വേണ്ടി കേസ് രാജിയാക്കൽ എന്ന കോമ്പൗണ്ടിങ് എന്നൊരു സമ്പ്രദായം മറ്റ് പല വകുപ്പുകളിലുണ്ട്. ഈ കോമ്പൗണ്ടിങ് സമ്പ്രദായം വനം വകുപ്പിലും നടപ്പിലാക്കാനാണ് പുതിയൊരു ഭേദഗതി ചേർത്തുകൊണ്ടുള്ള നിയമം പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഏത് തരത്തിലാണ് സാധാരണ കർഷകനെ ബാധിക്കുക എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അവിടെയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന ആളുകൾ നിസ്സാരമായ കുറ്റങ്ങൾ ചെയ്താൽ പോലും ഭീകരമായ തുകയാണ് പിഴയായി ഈടാക്കാൻ ഇപ്പോൾ പുതിയ നിയമത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പിഴത്തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിഴത്തുക വർദ്ധിപ്പിച്ചാൽ ആർക്കാണ് കുഴപ്പം? കുറ്റം ചെയ്തവർക്കാണ് പിഴ, കുറ്റം ചെയ്തവർക്കാണ് ശിക്ഷ. അപ്പോൾ കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷയിൽ ഇളവ് വേണമെന്നാണോ പറയുന്നത്? ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ളത് എന്താണ്? ഒരു ഭേദഗതി ബിൽ, കരട് ബിൽ തയ്യാറാക്കി അത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. എന്തിനാണ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്? പൊതുസമൂഹം അറിയാനാണ്. വീട്ടിലെ ആവശ്യത്തിന് പോലും മരം വെട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു പെർമിഷനൊക്കെ വാങ്ങിയെടുക്കണമെങ്കിൽ ആളുകൾ ഇങ്ങനെ നെട്ടോട്ടം ഓടേണ്ട അവസ്ഥയാണ്. ഈ പുതിയ ഭേദഗതിയിൽ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളുണ്ടോ? സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിൽ നട്ടുവളർത്തുകയോ സ്വയം കെടുത്തു വരികയോ ചെയ്തിട്ടുള്ള ചന്ദനമരങ്ങൾ, അതാണ് രാജകീയ മരത്തിലൊന്ന്. ആ ചന്ദനമരങ്ങൾ വെട്ടാനും വിൽക്കാനുമുള്ള അവകാശം ഇപ്പോൾ പൗരന്മാർക്ക് നൽകുന്ന ഭേദഗതി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിൽ കർഷകദ്രോഹത്തിൻ്റെ കാര്യം എന്തെങ്കിലും ഉണ്ട്?
മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകുകയോ മുഖ്യമന്ത്രി ഇത് വിശദീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ ആരും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന സംഘടനകളോട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതല്ലേ ആദ്യം ജനങ്ങളെ ഇളക്കി വിടുന്നതിന് മുമ്പ് അവർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യത്തോട് ഗവൺമെൻറ് നിർദ്ദേശങ്ങളോട് ഗവൺമെൻറ് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുമ്പോൾ നമുക്ക് പ്രക്ഷോഭം വേണ്ടി വരും. ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷേ ഇത് കാളപെറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന തരത്തിൽ പോയത് ആദ്യം കിഫ എന്ന് പറയുന്ന സംഘടനയാണ് ഇത് വച്ചത്. ആ കിഫ മലയോര മേഖലയിൽ കഴിഞ്ഞ 3-4 വർഷമായി ഗവൺമെൻറ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നൊരു സംഘടനയാണ്. ആർക്ക് വേണമെങ്കിലും അവരുടെ ഉത്കണ്ഠകൾ, അവരുടെ ഭേദഗതികൾ, നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൽ സമർപ്പിക്കാനും വിശദീകരണം തേടാനും ചർച്ച നടത്താനുമുള്ള വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്.